നമസ്കാരം, VMTV ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ രാജ്യത്ത് പാചകവാതക സിലിണ്ടർ വില കുറച്ച് എണ്ണ വിപണന കമ്പനികൾ. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വിലയാണ് കുറച്ചിരിക്കുന്നത്. 19 കിലോഗ്രാം സിലിണ്ടറിന്റെ വിലയിൽ 7 രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഡൽഹിയിൽ പുതിയ റീറ്റെയിൽ വില 1804 രൂപയിൽ നിന്നും 1797 രൂപയായി കുറഞ്ഞു. വിവിധ നഗരങ്ങളിൽ വിലയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. കൊച്ചിയിൽ 6 രൂപ കുറഞ്ഞ് 1806 രൂപയായി. കൊൽക്കത്തയിൽ 1911 രൂപയിൽ നിന്നും 1904 സിലിണ്ടർ വില കുറഞ്ഞു. മുംബൈയിൽ 1756 രൂപയായിരുന്നു സിലിണ്ടറിന്റെ വില. ഇത് 1749 രൂപയായി കുറഞ്ഞു. ചെന്നൈയിൽ 1966 രൂപയുണ്ടായിരുന്നത് 1959 രൂപയായി. പാചകവാതക സിലിണ്ടർ എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും പരിഷ്കരിക്കാറുണ്ട്. എല്ലാ മാസവും വില പരിഷ്കരിക്കുമ്പോൾ എണ്ണ വിപണന കമ്പനികൾ അന്താരാഷ്ട്ര എണ്ണവിലയിലെ മാറ്റങ്ങൾ, നികുതി മാനദണ്ഡങ്ങൾ, സപ്ലൈ ഡിമാൻഡ് ഘടകങ്ങൾ എന്നിവ കണക്കിലെടുക്കാറുണ്ട്. തുടർച്ചയായ 2-ാം മാസമാണ് എണ്ണ കമ്പനികൾ പാചകവാതക വില കുറച്ചത്. 9ാം ക്ലാസ് വിദ്യാർത്ഥി ഫ്ളാറ്റിന് മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സ്കൂൾ അധികൃതർക്കെതിരെ രൂക്ഷമായ ആരോപണവുമായി കുട്ടിയുടെ കുടുംബം. മരിച്ച മിഹിർ മുഹമ്മദ് കടുത്ത ശാരീരിക പീഡനത്തിനും വർണ്ണവിവേചനത്തിനും ഇരയായെന്നാണ് കുട്ടിയുടെ അമ്മാവൻ ഒരു ചാനലിനോട് വെളിപ്പെടുത്തിയത്. എന്നാൽ റാഗിംഗ് ആരോപണം സാധൂകരിക്കുന്ന ഒരു തെളിവും കിട്ടിയില്ലെന്നാണ് മിഹിർ പഠിച്ചിരുന്ന കൊച്ചിയിലെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിന്റെ വിശദീകരണം. നിറത്തിന്റെ പേരിൽ നീഗ്രോ എന്ന വിളി, സ്കൂളിന്റെ ശുചിമുറിയിൽ വെച്ച് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനം തുടങ്ങിയ നിരന്തര മാനസിക ശാരീരിക പീഡനം ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ മിഹിർ മുഹമ്മദ് നേരിട്ടുവെന്ന ഗൗരവമുള്ള ആരോപണങ്ങളാണ് കുട്ടിയുടെ കുടുംബം ഉന്നയിക്കുന്നത്. കുട്ടി നേരത്തെ പഠിച്ച സ്കൂളിൽ നിന്നും മാനസിക പീഡനം നേരിട്ടിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു. വൈസ് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരിൽ നിന്നേറ്റ മാനസിക പീഡനത്തെ തുടർന്നാണ് സ്കൂൾ മാറി കുട്ടിയെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ എത്തിച്ചത്. എന്നാൽ അവിടെയും നേരിടേണ്ടി വന്ന പീഡനമാണ് കുട്ടിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. മരണശേഷം കുട്ടിയുടെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും ലഭിച്ച വിവരങ്ങളും സ്കൂളിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നടന്ന ചില ചർച്ചകളുടെ സ്ക്രീൻഷോട്ടും ചേർത്താണ് മിഹിറിന്റെ മാതാവ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. തൃക്കാക്കര SP-യുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം സ്കൂൾ അധികൃതരിൽ നിന്നും ചില വിദ്യാർത്ഥികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. വീട്ടിൽ കുട്ടി ഏതെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടിരുന്നോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ജനുവരി 15-നാണ് തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ 23-ാം നിലയിൽ നിന്നും മിഹിർ മുഹമ്മദ് ചാടി മരിച്ചത്. വർക്കല ഐരൂരിൽ മാതാപിതാക്കളെ വീടിന് പുറത്താക്കി മകൾ ഗേറ്റ് അടച്ച സംഭവത്തിൽ പ്രതികരിച്ച വൃദ്ധ ദമ്പതികൾ. പണം കിട്ടിക്കഴിഞ്ഞപ്പോൾ തങ്ങളെ മകൾക്ക് വേണ്ട എന്നും തങ്ങൾ നൽകിയ പണം ഉപയോഗിച്ച് നിർമ്മിച്ച വീട്ടിൽ നിന്നാണ് തങ്ങളെ ഇറക്കിവിട്ടതെന്നും മാതാപിതാക്കൾ വ്യക്തമാക്കുന്നു. മകൾക്ക് 35 ലക്ഷം രൂപ നൽകിയിരുന്നു. അത് ഉപയോഗിച്ച് നിർമ്മിച്ച വീട്ടിൽ നിന്നാണ് തങ്ങളെ പുറത്താക്കിയത്. സബ് കളക്ടറെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. വീട്ടിൽ താമസിക്കാൻ അനുവാദമില്ലെങ്കിൽ പണം തിരികെ നൽകണമെന്നും വൃദ്ധ ദമ്പതികൾ വ്യക്തമാക്കുന്നു. പണം കിട്ടിക്കഴിഞ്ഞപ്പോൾ മാതാപിതാക്കളെ വേണ്ടാതായി. തങ്ങളുടെ ജീവിതം ഒരു പാഠമാകാം. മക്കൾക്ക് സ്വത്ത് നൽകി ആരും വഞ്ചിതരാകരുതെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് വർക്കലയിലെ മകൾ മാതാപിതാക്കളെ പുറത്താക്കി ഗേറ്റ് അടച്ചത്. 79 വയസ്സുള്ള സദാശിവനെയും ഭാര്യ 73 വയസ്സുള്ള സുഷമയെയുമാണ് മകൾ സിജി വീടിന് പുറത്താക്കിയത്. നാട്ടുകാരെത്തി ഗേറ്റ് തള്ളി തുറന്നെങ്കിലും ഇവർ മാതാപിതാക്കളെ വീടിനുള്ളിൽ കയറ്റാൻ തയ്യാറായില്ല. പിന്നീട് ഐരൂർ പോലീസ് സ്ഥലത്തെത്തി സംസാരിച്ചെങ്കിലും മകൾ വഴങ്ങിയില്ല. നേരത്തെയും സിജി മാതാപിതാക്കളെ പുറത്താക്കിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. പിന്നാലെ ഇവരെ വൃദ്ധസദനത്തിലേക്ക് പോലീസ് മാറ്റുകയായിരുന്നു. തിരുവനന്തപുരത്ത് പൂന്തുറയിൽ നിന്നും ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോയെന്ന് പരാതിയുമായി ഭാര്യ. അന്വേഷണത്തെ തുടർന്ന് 4 പേർ പിടിയിലായിട്ടുണ്ട്. തിരുവനന്തപുരം വെമ്പായം സ്വദേശികളായ 39-കാരൻ ഷംനാസ്, 49-കാരനായ MA നജിം ഷാ, 28-കാരനായ ബിജു പ്രസാദ്, 56-കാരനായ K അജിത് കുമാർ എന്നിവരെയാണ് പയ്യന്നൂരിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. തട്ടിക്കൊണ്ടുപോകപ്പെട്ട നെടുമങ്ങാട് സ്വദേശി 32-കാരനായ RS രഞ്ജിത്തും ഇവർക്കൊപ്പമുണ്ട്. രഞ്ജിത്തിന്റെ ഭാര്യ നൽകിയ പരാതിയിലാണ് പൂന്തുറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. 4-അംഗ സംഘം പിടിയിലായെന്ന വിവരമറിഞ്ഞ് പൂന്തുറ പോലീസ് പയ്യന്നൂരിലേക്ക് തിരിച്ചു. പോലീസ് രഞ്ജിത്തിന്റെ മൊബൈൽ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു. സംഘം കാസർഗോഡ് ഭാഗത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ പൂന്തുറ പോലീസ് വിവരം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ സ്റ്റേഷനുകളിൽ അറിയിച്ചു. തുടർന്നാണ് സംഘം സഞ്ചരിച്ചിരുന്ന കാർ വ്യാഴാഴ്ച രാത്രി പയ്യന്നൂർ ബസ് സ്റ്റാൻഡിനു സമീപത്ത് എത്തിയപ്പോൾ പോലീസ് തടഞ്ഞു നിർത്തി കസ്റ്റഡിയിലെടുത്തത്. തന്നെ ആരും തട്ടിക്കൊണ്ടു പോയിട്ടില്ലെന്നും സംഘത്തോടൊപ്പം ഗോവയിലേക്ക് പോവുകയായിരുന്നുവെന്നുമാണ് രഞ്ജിത്ത് പോലീസിന് മൊഴി നൽകിയത്. സാമ്പത്തിക ഇടപാടിനെ തുടർന്നാണ് തട്ടിക്കൊണ്ടുപോകലെന്നും സൂചനയുണ്ട്. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു. വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവരും വിനീതമായിട്ട് താഴ്മയായിട്ട് പറയാണ്, 1000 രൂപയുടെ ഈ കൂപ്പൺ എടുത്ത് ഞങ്ങളെ രക്ഷിക്കും.
നിങ്ങൾ 1000 രൂപയുടെ ഒരു ടോക്കൺ എടുക്കുകയാണെങ്കിൽ ആ ഒരു ടോക്കൺ ബോക്സ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് സീൽ ചെയ്ത ഒരു ടോക്കൺ ബോക്സ് ഇവരുടെ വീട്ടിൽ കൊണ്ട് സമർപ്പിക്കുകയും യഥാസമയം നിങ്ങൾ എടുക്കുന്ന ആ ഒരു ടോക്കൺ നമ്പർ കൃത്യമായിട്ടും ആ ബോക്സിൽ നിക്ഷേപിക്കുന്നത് വീഡിയോ സഹിതമാണ് നിങ്ങളെ അറിയിക്കുന്നത്. എല്ലാരും കൂടി ശ്രമിച്ച് ഈ ഒരു 1000 രൂപ ഈ കാണുന്ന എല്ലാരും എനിക്കൊരു സഹായമായി ഈ ഒരു 1000 രൂപ തന്ന് സഹായിച്ച എൻ്റെ മോളും ഞാനും എൻ്റെ ഭർത്താവും ഇനിയും ജീവിതം മുമ്പോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാവാനേ പറ്റൂ. അത്ര ഉള്ള സ്റ്റേജിലാണ് മുമ്പോട്ട് പോകുന്നത്.